സാങ്കേതിക സർവകലാശാലയിൽ വി.സി. സിൻഡിക്കേറ്റ് ഏറ്റുമുട്ടൽ തുടരുന്നു. സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് ഗണേഷിനെ ഇമെയിൽ അയച്ച് വി.സി. പുറത്താക്കി. സർവകലാശാലയുടെ കേസുകളിൽ ഇനി ഹാജരാകരുതെന്ന് മെയിലിൽ പറയുന്നു. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണെന്നും പുറത്താക്കിയതിന്റെ നടപടിക്രമങ്ങൾ കാണിക്കണമെന്നും അഡ്വക്കേറ്റ് ഗണേഷ് മറുപടി നൽകി. സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റും വിസിയും തമ്മിലുള്ള പോര് ഏറെ നാളായി തുടരുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നാവശ്യപ്പെട്ട ഇടതംഗങ്ങൾ വിസിക്ക് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്മേൽ വിസിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതോടെ സിൻഡിക്കേറ്റ് കോടതിയെ സമീപിച്ചു. വൈസ് ചാൻസലറെയും സർവകലാശാലയെയും സർക്കാരിനെയും എതിർകക്ഷികളാക്കിയാണ് സിൻഡിക്കേറ്റ് അംഗം ഐ സാജു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. സാധാരണഗതിയിൽ സർവകലാശാലയ്ക്ക് വേണ്ടി സ്റ്റാൻഡിംഗ് കൌൺസിലാണ് കോടതിയിൽ ഹാജരാകാറുള്ളത്. എന്നാൽ ഈ കേസിൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരാകരുത് എന്നായിരുന്നു വിസി അയച്ച മെയിലിന്റെ ഉള്ളടക്കം. വിസിക്കും സർവകലാശാലയ്ക്കും വേണ്ടിയുള്ള അഭിഭാഷകനെ താൻ സ്വന്തം നിലയ്ക്ക് ചുമതലപ്പെടുത്തുന്നുവെന്നും കത്തിൽ പറയുന്നു. സർവകലാശാല ചട്ടം 14(5) പ്രകാരമാണ് നടപടി. എന്നാൽ തന്റെ നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണെന്നും വിസിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് ഗണേഷ് നൽകിയ മറുപടിയിൽ പറയുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ നടപടിക്രമങ്ങൾ മുഴുവൻ വിശദമാക്കണമെന്നും മറുപടിയിലുണ്ട്. അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട 14(5) എന്ന ചട്ടം വിസി തുടർച്ചയായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്നാണ് സിൻഡിക്കേറ്റിന്റെ നിലപാട്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.